നമുക്കെല്ലാവർക്കും ഉള്ള ഒരു കോമൺ ആഗ്രഹമാണ് ഒരു നല്ല ഊക്കം കമ്പ്യൂട്ടർ എടുക്കുക, അതിൽ പല പല കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ നമ്മുടെ ഏജിൽ, എൻ്റെ ഏജ് എന്ന് പറയാനില്ല, നമ്മൾ കുറച്ച് ടീനേജർ ആയിരിക്കുന്ന സമയത്ത് ഇതിനെ തടസ്സപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യം നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. ഇല്ല, കമ്പ്യൂട്ടർ എടുക്കാൻ, നല്ലൊരു കമ്പ്യൂട്ടർ എടുക്കാൻ എങ്ങനെ പോലും ഒരു 30K ആവും. ഈ ഒരു 2021 നല്ലൊരു കമ്പ്യൂട്ടർ എടുക്കുക, എല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർക്ക് 30K ആണ് ഞാൻ കാണുന്ന ഒരു ബഡ്ജറ്റ്. പക്ഷെ ആ ഒരു 30K എല്ലാവരുടെ കയ്യിലും കാണില്ല. നമ്മളെ പോലുള്ള ആൾക്കാർ, പാവങ്ങൾ, എന്ത് ചെയ്യാൻ? പക്ഷേ ഈ ആഗ്രഹമുള്ളവർക്ക് കുഴപ്പമുണ്ട്. ഇവർക്ക് ഒരു ത്വരയുണ്ട്, എങ്ങനെയെങ്കിലും എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സിനെ കാണും, എനിക്ക് അവനെ പോലെ കളിക്കണം, അല്ലെങ്കിൽ അവനെ പോലെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവ ചെയ്യണമല്ലോ എനിക്ക് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ നമ്മൾ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മേരെയും മാമൻ്റെ അച്ഛൻ്റെ അമ്മേരെയും കൈകാലം പിടിച്ച് എങ്ങനെയെങ്കിലും 10,000 രൂപയെങ്കിലും നമ്മൾ ഒപ്പിക്കും. പക്ഷെ 10,000 രൂപയ്ക്ക് ഒരു PC ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ ഈ വീഡിയോ മൊത്തം കണ്ടാൽ ഞാൻ പറഞ്ഞു, നല്ല PC ഏറ്റവും ബേസ് വെർഷൻ എന്ന് പറയുമ്പോൾ ഒരു 9,500 rupees നമുക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വെർഷൻ എന്ന് പറയുമ്പോൾ ഒരു 14,000 മിഡ് ലെവൽ, ബേസ് മിഡ്. അടുത്തൊരു ടോപ്പ് ലെവൽ എന്ന് പറയുമ്പം 19,000 രൂപയാവും. അണ്ടർ 20K നിങ്ങൾക്ക് വിഷയം PC കിട്ടും, അടിപൊളി ഒരുവിധം നല്ല കേപ്പബിൾ ആയിട്ടുള്ള PC കിട്ടും. പക്ഷേ ഗെയിം കളിക്കണമെങ്കിൽ കുറച്ചും കൂടെ എമൗണ്ട് കൂടും കേട്ടോ. ഞാൻ ഗ്രാഫിക്സ് കാർഡ് വെക്കാത്ത റേറ്റാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഹൈ ക്ലാസ്സിൽ നിന്ന് തുടങ്ങാം. ദ ബെസ്റ്റ് പിക്ക് എഴുതി ഇട്ടിട്ടുണ്ട്, ഞാൻ നോക്കി വായിക്കാം. അല്ല, ഡിസ്ക്ലെയിമേഴ്സ് ആദ്യമേ പറഞ്ഞത്. 20 രൂപയ്ക്ക് എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് എല്ലാം ന്യൂ ആയിരിക്കും. താഴോട്ട് വരുന്നവരും യൂസ്ഡ് പ്രോഡക്ട്സ് കാണും. വിഷമിക്കൊന്നും വേണ്ട, റീഫർബിഷ്ഡ് ആയിരിക്കും. എക്സാക്ട്ലി യൂസ്ഡ് ആയിരിക്കണമെന്നില്ല. അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക. അപ്പം നമുക്ക് ആദ്യം ബെസ്റ്റ് പിക്കിലേക്ക് നോക്കാം. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് നീങ്ങിയിരിക്കാം. ഇവിടെ വരും. ബെസ്റ്റ് പിക്കിൻ്റെ പ്രോസസ്സർ എന്ന് പറയുമ്പം i5 3rd generation, അത് മതി. 8GB DDR3 റാം, ഒരു പുതിയ ക്യാബിനറ്റ് വേണേ, GB H61M പുതിയ ബോർഡ്, മദർ ബോർഡ്, ഒരു PSC വേണം, പവർ സപ്ലൈ യൂണിറ്റ്, ആൻഡക്കിൻ്റെ ഒരു 500 വോൾട്ടിൻ്റെ ഒരു സാധനം, ഒരു ഹാർഡ് ഡിസ്ക്, ഒരു SSD സെറ്റ്. ഈ ബഡ്ജറ്റ് PC ബിൽഡിൽ ഏറ്റവും എഫിഷ്യൻറ്റും ലോങ് ലാസ്റ്റിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് പെർഫോമൻസ് കിട്ടുന്ന ഒരു കോൺഫിഗറേഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കിട്ടുന്ന സാധനമാണ്. നിങ്ങൾക്ക് 20 രൂപ ഒപ്പിക്കാൻ പറ്റുമെന്നെങ്കിൽ ഓഫ് കോഴ്സ് ഇതായിരിക്കും പറ്റും. പക്ഷേ നിങ്ങൾ കംപ്ലീറ്റ്ലി ന്യൂയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ബിഗിനേഴ്സ്, ഒരു ഇനിഷ്യൽ ട്രയലിന് വേണ്ടിയുള്ളവർക്കാണ്, ഒരു 2 വർഷത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള. അതൊക്കെ ഒരു മേ ബി ഒരു 5,000 ഒരു 6,000 കൂടി കിട്ടിയ റൈസനൊക്കെ വെച്ച്, പഴയ ജനറേഷനൊക്കെ വെച്ച് നിങ്ങൾക്ക് PC എടുക്കാം. i3 3rd gen ഒക്കെ വെച്ച് നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. എങ്കിലും ഞാൻ ഈ ഒരു സെഗ്മെന്റ് വെച്ച് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു 9,500 രൂപയ്ക്ക് ഒരു പുതിയ എടുക്കുന്ന കാര്യം, കാരണം ഒരു പ്രൊസസ്സർ തന്നെ അത്രയും വില. ഇത് എൻ്റെ ഈ ഓൾഡ് ജനറേഷനിലുള്ള ഒരു പിക്കാണ്. അടുത്തത് കുറച്ചും കൂടെ ക്യാഷ് കുറഞ്ഞ പാവപ്പെട്ട ടീംസിനുള്ളത്, ഒരു മീഡിയം ലെവലിലുള്ള പെക്സോട് വരും. പിന്നെ പ്രൊസസ്സർ എല്ലാത്തിലും സെയിം ആണ് കേട്ടോ. പ്രൊസസ്സറിൽ ഒരു കോംപ്രമൈസും ഇല്ല. i5 3rd generation 6GB DDR3 റാം. അതിന്റെ മെഗാഹെർട്സ് നിങ്ങൾ നോക്കണ്ട. ഇതിന്റെ മിക്കവാറും 1,600 രൂപയുടെ സപ്പോർട്ട് ആവുള്ളൂ ഈ ബോർഡിൽ. അതുകൊണ്ട് 1,600 എടുത്താൽ കൊള്ളാം. ക്യാബിനറ്റ് യൂസ്ഡ് മതി. എന്ന് പറഞ്ഞാൽ ചപ്പട്ട ക്യാബിനറ്റ് അല്ല, അത്യാവശ്യം കൊള്ളാവുന്ന യൂസ്ഡ് ക്യാബിനറ്റ്സ് കിട്ടും. ബോർഡ്, മദർ ബോർഡ് യൂസ്ഡ്, എത്ര രൂപ കുറഞ്ഞെന്ന് കണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം റീഫർബിഷ്ഡ് ഒക്കെ കിട്ടും, അത്യാവശ്യം യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ കിട്ടും. PSU, ഒരു ഹാർഡ് ഡിസ്ക്, ഒരു SSD, 14,000 rupees ഇൻക്ലൂഡിങ് മിസ്ലേനിയസ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻക്ലൂഡിങ് മിസ്ലേനിയസ് ആണ് കേട്ടോ. ഇതാണ് ഒരു മീഡിയം പിക്ക്, ഒരു ഈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ. ഇനി നമ്മളെപ്പോലെ ലോ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള 9,500, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, കുറച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്യണേ, എല്ലാം പുതിയ ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത് i5 3rd gen പ്രോസസ്സറിൽ നമുക്ക് ഒരു കളിയില്ല. 4GB DDR3 റാം എത്രയെങ്കിലും വേണം. 2GB ഓടിക്കാൻ പറ്റുമെന്ന് ചോദിക്കരുത് ഇങ്ങനെ എൻ്റെ അടുത്ത്. ഒരു പഴയ ക്യാബിനറ്റ്, ഒരു യൂസ്ഡ് ഇന്റൽ DH61WW മദർ ബോർഡ് എടുത്താൽ മതി. കണ്ടല്ലോ ഇവിടെ ഒരു PSU, ഒരു പാവം PSU, ഒരു ഹാർഡ് ഡിസ്ക്, SSD വേണ്ട. ഇതാണ് അൾട്ടിമേറ്റ് ബേസ്. ഇതിലും താഴെ പോവുക എന്ന് പറഞ്ഞാൽ തീരെ അവസ്ഥയായി പോകും. മിനിമം ഇത് വേണം. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ കേട്ടോ. കളിക്ക് പറഞ്ഞല്ല, കിടിലായിട്ട് ചെയ്യാൻ പറ്റും. സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിനകത്ത് മോണിറ്ററിംഗ്, കീബോർഡ്, മൗസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഉൾപ്പെടുത്തിയ കയറി പോകും. CPU ആണ് നമ്മുടെ മെയിൻ സാധനം, അതാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് ഇൻക്ലൂഡിങ് മിസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വയർ. നമ്മൾ ഈ റിഫർബിഷൻ യൂസ്ഡ് ഒക്കെ എടുക്കുമ്പോൾ വയർ പെട്ടിക്കകത്ത് വരുമല്ലോ, നമ്മളെല്ലാം എടുക്കേണ്ടി വരില്ല. അങ്ങനെ കുറച്ച് വയർ, പിന്നെ അതിന്റെ മറ്റേ CMOS, ഒരു ബാറ്ററി, അങ്ങനെ ബാറ്ററിക്ക് അതിനകത്ത് കാണും. എങ്കിലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അതിനാണ് ഈ ഒരു 500 രൂപ ഇട്ട് 9,500. ലിസ്റ്റ് ഉണ്ടല്ലോ.
വേണമെന്നുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. എല്ലാത്തിൻ്റെയും സ്ലൈ ഹെഡിൽ പോയാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. വേറൊരു കാര്യം, ഓൺലൈൻ ഒന്നും ചാടി കയറി എടുത്ത് കളയും. ഓൺലൈൻ നോക്കേ വേണം, നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം ഭയങ്കര പാടായിരിക്കും. ഓഫ്ലൈൻ ചേട്ടന്മാർക്കും ആരെങ്കിലും അറിയാവുന്ന കമ്പനി കമ്പ്യൂട്ടർ സെയിൽസ് ഉള്ളവർ അവരുടെ അടുത്ത് പോയാൽ കാര്യം നടക്കുള്ളൂ. ഇൻ കേസ് ഇഫ് യു ട്രിവാൻഡ്രത്താണ്, ഞാൻ ട്രിവാൻഡ്രത്താണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ PC ബിൽഡ് ചെയ്ത് തരാം. ഒരു 10% അങ്ങോട്ടോ ഇങ്ങോട്ടോ ടോട്ടൽ എമൗണ്ട് പ്രൈസ് മാറിയെന്നിരിക്കും. കാരണം അവൈലബിലിറ്റിയും കൂടെ നമ്മൾ നോക്കണം. ഇതൊക്കെ ഈ 9500 ഞാൻ പറഞ്ഞ കാര്യം എപ്പോഴും അവൈലബിൾ ആണെന്നിരിക്കില്ല. അപ്പോൾ കുറച്ച് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അത് മൈൻഡിൽ വെച്ചേക്കണം. എന്നാലും വലിയ രീതിയിൽ പോകത്തില്ല. ഈ റേഞ്ച് കിട്ടും. ഇത് ജാക്ക്പോട്ടാണ്. ഇത് കിട്ടിയ രാജാവ് സുഖം. അതായത് ഇതിനെയും കുറഞ്ഞ് PC ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. എനിക്ക് കളിപ്പാട്ടൊക്കെ ഉള്ളൂ. എഫിഷ്യൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആണോ തോന്നിയിരിക്കുന്നത്, കാണാൻ പറ്റുമോ നോക്കട്ടെ. ഇതിന്റെ സ്പെക്സ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടാ. ഈ കാണുന്ന വീഡിയോയും ഇങ്ങനെ ചെയ്യണതെല്ലാം ഞാൻ ഈ കമ്പ്യൂട്ടറിലാണ് ചെയ്യണത്. ഇതിന്റെ സ്പെക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തൊരു ഗ്രാഫിക്സ് കാർഡും കൂടെ ഉണ്ട്, ഒരു SSD ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾക്ക് അപ്പം കമ്പ്യൂട്ടറിന്റെ സ്പെക്സിന്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റണമെന്ന് നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. അതുകൊണ്ടല്ല. നിങ്ങൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോഴേ കമ്പ്യൂട്ടർ സ്ക്രീനിലൊരു മുഖം കാണുമല്ലോ, അതാണ് കുഴപ്പം. അപ്പം PC ബിൽഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ഓഫ്ലൈനിലേ പോവോ, ഓഫ്ലൈൻ കടകളിലേ പോവോ, അവിടെ ചെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അത്രയും നല്ലത്. നിങ്ങൾക്ക് എമൗണ്ട് കുറച്ച് കിട്ടും. റീഫർബിഷ്ഡും യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നല്ലത്. ക്വാളിറ്റി ഇല്ലാത്തതല്ല നല്ലത്. അത് വാങ്ങിച്ചൊരു PC ബിൽഡ് ചെയ്യുക. ബാക്കി ഡോയുടെ കാര്യങ്ങളും എല്ലാം എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട്. മ്യൂസിക് പ്രൊഡക്ഷൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് കാണാൻ പറ്റും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു PC ബിൽഡ് ചെയ്യുക. ഒരു 30 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷയം PC ഇറങ്ങാൻ കേട്ടോ. കിട്ടിയ ബ്രാൻഡ് ന്യൂ, എല്ലാം ബ്രാൻഡ് ന്യൂ PC ഇറങ്ങാൻ പറ്റും. ആ 90,000 ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുമോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അത് എടുത്തെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു മദർ ബോർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ മദർ ബോർഡ് മാക്സിമം ഇന്റലിന്റെ 3rd ജനറേഷൻ വരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ അതിനെക്കാട്ടും കുറച്ചും കൂടിയ മദർ ബോർഡും കൂടിയ പ്രോസസറും എടുത്താൽ അത്രയും നല്ലത്. കോസ്റ്റ് കൂടും, അതിൻ്റെ കോസ്റ്റ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ കുറച്ചും കൂടെ ഒരു ബ്രാൻഡ് ന്യൂ PCയുടെ കമ്പോണൻസ് മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ വരും. ഇവിടെയാണോ ഇവിടെ ഒരു വീഡിയോ വരും. ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ഒരു PC ബിൽഡ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഒരു അറേഞ്ച് ചെയ്തൊരു വീഡിയോ വേണമെങ്കിൽ ഇന്ന കമ്പോണൻസ് കൊള്ളാം, ഇത്ര രൂപ ബഡ്ജറ്റ് PC വേണം, ഞാൻ അറേഞ്ച് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അത് സെറ്റ് ചെയ്ത്. അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു എമൗണ്ടിൻ്റെ PC ബിൽഡ് ചെയ്യുക. സ്റ്റാർട്ട് മേക്ക് ചെയ്യുക. ഞാൻ ക്രിയ എന്താണെന്ന് അറിയണ്ടേ, ഡാഡൊക്കെ കയറണം. നിങ്ങളൊരു മ്യൂസിക് പ്രൊഡ്യൂസറാണ് എനിക്ക് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.